നിർഭൻ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം. നിർഭൻ, ഇന്നും നമ്മളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ നിൽക്കുകയായിരുന്നു UDF നേതൃത്വം, പ്രത്യേകിച്ച് VD സതീശൻ. കുഞ്ഞാലിക്കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തടയാൻ പോലും ശ്രമിക്കുകയായിരുന്നു. രണ്ടുപേർക്കും പിന്നീട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ഉത്തരങ്ങളില്ലാതെ ഇത് ചോദിച്ച വിഷയമല്ലേ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നതാണോ കാണാൻ കഴിഞ്ഞത്? മനു, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തി ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ UDF-നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അവസാന ലാപ്പിലും എന്നതിൻ്റെ തെളിവാണ് PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF-ന്റെ കൺവീനർ അടക്കമുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ VD സതീശൻ കൈരളിയും ദേശാഭിമാനിയുമാണ് എന്ന തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നമ്മൾ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയിൽ UDF-നോട് പ്രത്യേകിച്ച് ലീഗിനോട് മുഖ്യമന്ത്രി ചില ചരിത്രങ്ങൾ ആവർത്തിച്ചാണ് ചോദിച്ചത്. അത് സംബന്ധിച്ച് ലീഗ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹം മറുപടി പറയട്ടെ എന്ന ചോദ്യം നമ്മൾ തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹം ബോധപൂർവ്വ വാർത്തയിൽ നിന്ന് സ്കിപ്പാകാനുള്ള ശ്രമം നടത്തി. നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു എന്തുകൊണ്ട് ഈ നിലപാട് പറയുന്നില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞത് നിലപാട് പറഞ്ഞു കഴിഞ്ഞു, ഇതുവരെ ലീഗ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ചോദിച്ചത് മാധ്യമപത്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പാണക്കാട് തങ്ങൾ പങ്കെടുത്തിരുന്നോ, എന്തുകൊണ്ട് പങ്കെടുത്തില്ല, ലീഗിന് പഴയ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയോട് മാറിയോ, ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൂടി ലീഗ് നേതൃത്വം അറിയാതെയാണോ ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത്? ഇത്തരം ചോദ്യങ്ങളെ സംബന്ധിച്ച് ലീഗ് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നുണ്ട്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം, വിവാദങ്ങൾക്ക് ശേഷം നേരിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഒരു വാർത്താ സമ്മേളനത്തിൽ എത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറുപടി പറയാൻ തയ്യാറായില്ല. വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഇതേ ചോദ്യം തന്നെ രണ്ടാം ഭാഗത്ത് ചോദിച്ചു. അപ്പോഴേക്കും അവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഒന്നിച്ച് VD സതീശനും നേതാക്കളും എണീക്കുകയായിരുന്നു. ഇത്തരം വിവാദ വിഷയങ്ങളോട് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന വലിയ വിഷയമാണ്. കഴിഞ്ഞ തവണത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട്ടിൽ ഇതുവരെ ആര്യാട് ഷൗക്കത്ത് സന്ദർശനം നടത്തിയിട്ടില്ല. അവരുടെ ഭാര്യയെയും കുട്ടിയെയും ഇതുവരെ പോയി കണ്ടിട്ടില്ല. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചരണമാണ്. കഴിഞ്ഞ ദിവസം M സ്വരാജ് അവരുടെ വീട്ടിൽ പോയി കൂടിക്കാഴ്ച സന്ദർശനം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് VD സതീശൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞത് VV പ്രകാശിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥി എന്തിനു പോകണം എന്ന ചോദ്യമാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അത് ഏത് വീട്ടിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാട് ഷൗക്കത്ത് പോകേണ്ടത് എന്ന കാര്യം തീരുമാനിക്കേണ്ടത് UDF ആണ്. പലയിടങ്ങളിലും പോകാത്ത സ്ഥലങ്ങളുണ്ടാകും. അത് നിങ്ങളേതായാലും കൈരളിയും ദേശാഭിമാനിയും തീരുമാനിക്കേണ്ട